ലോകമെങ്ങും ഇന്ത്യയുടെ യശസ് വാനോളം ഉയർത്തിയ ഡോക്ടർ മൻമോഹൻ സിംഗ് ഓർമ്മയായിരിക്കുകയാണ്. വാക്കുകളിലൂടെ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ എനിക്ക്. രാജ്യം മൊത്തം അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ വേദനിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുയോജ്യമായ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അനുമതി നിഷേധിച്ചിരിക്കുകയാണ് മോദിയും കൂട്ടരും. ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരപൂർവമായ അന്തിമോപചാരം നൽകുന്നതിനും രാജ്യത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയെ മാനിക്കുന്നതിനും വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കാവുന്ന സ്ഥലത്ത് വേണം അദ്ദേഹത്തിന്റെ അന്തിമോപചാര കർമ്മങ്ങൾ നടത്താനെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ മോദിക്ക് കത്തെഴുതി. എന്നാൽ മെഗളോമാനിയാക് മോദി അത് നിഷേധിച്ചു. ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും മെമ്മോറിയലിന്റെ ഒരു ഭാഗം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മെമ്മോറിയലിന് വേണ്ടി നൽകാമെന്ന് പോലും കോൺഗ്രസ് അറിയിച്ചിരുന്നതാണ്. എന്നിട്ടും നമ്മുടെ രാജ്യത്തിന്റെ മാനം ലോകം മൊത്തം ഉയർത്തിയ, ലോകത്തിൽ മൊത്തം ഇന്ത്യയുടെ പെരുമ്പറ മുഴക്കിയ ഡോക്ടർ സിംഗിനെ ആദരിക്കാൻ മോദിക്ക് മനസ്സില്ല. അതിനു പകരം നിഹബ്ബോധ് ഘട്ടിൽ അദ്ദേഹത്തിന്റെ അന്തിമോപചാര കർമ്മങ്ങൾ നടത്താനാണ് മോദിക്കൂട്ടം ഉത്തരവിട്ടത്. എത്ര കഷ്ടമാണ്, എത്ര നിന്ദനീയമാണ്, എത്ര നീചമാണ്. മനുഷ്യകുലത്തിൽ പെടുന്ന ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. പക്ഷേ സംഖ്യകൾ മനുഷ്യരാണ് എന്ന് പറയാൻ വയ്യല്ലോ. കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് കേട്ടുകൊള്ളൂ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെന്റിന് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ലോകോത്തര മഹത്വവും നേട്ടങ്ങളും സേവനങ്ങളും ലോകത്തെ കാണിക്കാൻ പറ്റിയ ഒരു മെമ്മോറിയൽ ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലം നൽകാൻ സാധിക്കാത്തത് എന്ന്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ സിഖ് വംശജനായ പ്രധാനമന്ത്രിയായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ മനഃപൂർവ്വം അപമാനിക്കലല്ലാതെ മറ്റൊന്നുമല്ല. കോൺഗ്രസ് വക്താവ് അലോക് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത് നാണമില്ലായ്മയുടെ പരമകാഷ്ഠയാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സംസ്കാരത്തിൽ പോലും മോദി ഗവൺമെന്റ് രാഷ്ട്രീയം കളിക്കുകയാണ്. നിഹബ്ബോധ് ഘട്ടിൽ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം നടത്താൻ ഉത്തരവിട്ടതുവഴി ആഭ്യന്തര മന്ത്രാലയം നാണമില്ലായ്മയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചിരിക്കുകയാണ്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് മോദി ഗവൺമെന്റ് കാണിക്കുന്ന ഈ മര്യാദയില്ലായ്മ രാജ്യം ഒരിക്കലും മറക്കില്ല. കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി പറഞ്ഞത് ഇത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ്. മൻമോഹൻ സിംഗിന്റെ കുടുംബം മറ്റു രീതിയിലായിരുന്നു സംസ്കാരം നടത്തേണ്ടത് എന്ന് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കാമായിരുന്നു. വിജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും ലോകം മൊത്തം ബഹുമാനിച്ചിരുന്ന പഞ്ചാബിന്റെ വലിയ പുത്രന് അനുയോജ്യമായ യാത്രയയപ്പ് നൽകേണ്ടത് നമ്മുടെ കടമയായിരുന്നു. മോദി സർക്കാരിന്റെ ഈ വില കുറഞ്ഞ നിന്ദ്യമായ തീരുമാനത്തിനെതിരെ വളരെയേറെ പേരാണ് രംഗത്ത് വന്ന്. സുപ്രിയ ശ്രീനാഥ്, സുഖ്ബീർ സിംഗ് ബാദൽ തുടങ്ങി വളരെയധികം പേർ. പക്ഷേ അല്പനായ മെഗളോമാനിയാക് മോദിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. തനിക്കൊഴികെ മറ്റാർക്കും ബഹുമാനവും ആദരവും ലഭിക്കുന്നത് സഹിക്കാൻ നോൺ ബയോളജിക്കൽ വിശ്വഗുരുവിന് കഴിയുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് മുൻകൈയെടുത്ത് വലിയൊരു ഫണ്ട് സ്വരൂപിച്ച് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേരിൽ ഒരു ലോകോത്തര സർവകലാശാല നിർമ്മിക്കുന്നത് പണ്ഡിതനായ അദ്ദേഹത്തിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവായിരിക്കും.